നെക്സ്റ്റ് ആണ് 3 സ്കീമ ആർക്കിടെക്ചർ. അപ്പോൾ ഡേറ്റാബേസിൻ്റെ ഒരു ആർക്കിടെക്ചർ ഫോർമാറ്റാണ് 3 സ്കീമ ആർക്കിടെക്ചർ. 3 സ്കീമ ആർക്കിടെക്ചറിൽ മെയിൻലി 3 ലെവൽസാണുള്ളത്. ഇൻറ്റേർണൽ ലെവൽ, കൺസെപ്ച്വൽ ലെവൽ. നമുക്ക് ഇൻറ്റേർണൽ ലെവൽ, കൺസെപ്ച്വൽ ലെവൽ, ദെൻ എക്സ്റ്റേർണൽ ലെവൽ. ഇൻറ്റേർണൽ ലെവൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും ലോവസ്റ്റ് ലെവലാണ് ഇൻറ്റേർണൽ ലെവൽ. ഇൻറ്റേർണൽ ലെവലിൽ എങ്ങനെയാണ് ഡേറ്റേനെ ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഡേറ്റേൻ്റെ എങ്ങനെയാണ് ഡേറ്റേനെ എല്ലാം ഡേറ്റാബേസിൽ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് ഇതൊക്കെ ഡേറ്റാബേസാണ്. ഡേറ്റാബേസിൽ ഡേറ്റാസ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതെന്നാണ് ഇൻറ്റേർണൽ സ്കീമയിൽ കാണുന്നത്. കൺസെപ്ച്വൽ സ്കീമയിലെന്ന് പറയുന്നത് ഡേറ്റാബേസിൻ്റെ ഫുൾ സ്ട്രക്ചർ എന്താണെന്നുള്ള കാര്യം, അതായത് ഇൻറ്റേർണൽ കാര്യങ്ങളൊന്നും ഇത് ഫോക്കസ് ചെയ്യുന്നില്ല. ജസ്റ്റ് എന്താണ്, അതായത് ഇത് മെയിൻലി ഫോക്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഡേറ്റാബേസിലുള്ള ആട്രിബ്യൂട്ട് ഏതാണ്, എൻറ്റിറ്റീസ് എന്താണ്, അവ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടുന്ന് കിട്ടുന്നത്, കൺസെപ്ച്വൽ സ്കീമയിൽ നിന്ന് കിട്ടുന്നത്. ഓക്കെ, ഇൻറ്റേർണലിനകത്താണെങ്കിൽ ഈ കൊടുത്ത ആട്രിബ്യൂട്ട്സും റിലേഷൻഷിപ്പും എൻറ്റിറ്റീസും ഒക്കെ എങ്ങനെയാണ് ഡേറ്റാബേസിൽ അറേഞ്ച് ചെയ്ത്, അല്ലെങ്കിൽ ഫിസിക്കൽ സ്റ്റോറേജ് എങ്ങനെയാണെന്നുള്ള കാര്യമാണ് എന്താണ് ഇൻറ്റേർണൽ സ്കീമയിൽ പറയുന്നത്. കൺസെപ്ച്വൽ സ്കീമയിൽ ഡേറ്റാബേസിനകത്ത് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് അതിൻ്റെ ആട്രിബ്യൂട്ട് എന്താണ്, എൻറ്റിറ്റീസ് എന്താണ്, അവ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ്, അങ്ങനെയുള്ള എക്സ്റ്റേർണൽ കാര്യങ്ങളൊക്കെയാണ് കൺസെപ്ച്വൽ സ്കീമയിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ദെൻ ഏറ്റവും ഹയർ മോസ്റ്റ് ലെവലാണ് എക്സ്റ്റേർണൽ ലെവൽ, അല്ലെങ്കിൽ എൻഡ് യൂസർ ലെവൽ. അപ്പം യൂസർ ലെവൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഏതൊക്കെ ടൈപ്പ് ഓഫ് യൂസേഴ്സ് എങ്ങനെയാണ് ഡേറ്റാബേസിനെ വ്യൂ ചെയ്യുന്നത്. ഇപ്പം എനിക്കൊരു ഡേറ്റാബേസ് വേണം, വേറൊരാൾക്കൊരു സെയിം ഡേറ്റാബേസ് വേണം. ഇപ്പം ഞാൻ ഡേറ്റാബേസിനെ വ്യൂ ചെയ്യുന്ന രീതിയിലായിരിക്കത്തില്ല അയാൾ വേറൊരാൾ ഡേറ്റാബേസിനെ വ്യൂ ചെയ്യുന്നത്. അപ്പം ഒരു ഡേറ്റാബേസിന് മൾട്ടിപ്പിൾ വ്യൂവേഴ്സ് ഉണ്ട്. ഈ മൾട്ടിപ്പിൾ വ്യൂവേഴ്സ് എങ്ങനെ ഡേറ്റാബേസിനെ വ്യൂ ചെയ്യുന്നതെന്നാണ് എക്സ്റ്റേർണൽ ലെവലിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പം മെയിൻലി 3 ലെവലാണുള്ളത്. ഇൻറ്റേർണൽ ലെവലിൽ എങ്ങനെയാണ് ഡേറ്റാബേസിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്, കൺസെപ്ച്വൽ ലെവലിൽ ഏതൊക്കെ ടൈപ്പ് ഓഫ് ഡേറ്റയാണ് ഇങ്ങനെ അലൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്, ഏതൊക്കെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഡേറ്റയുടെ ആട്രിബ്യൂട്ട്, എൻറ്റിറ്റി, റിലേഷൻഷിപ്പ്, ഇതൊക്കെയാണ് കൺസെപ്ച്വൽ സ്കീമിൽ ഫോക്കസ് ചെയ്യുന്നത്. ദെൻ ഏറ്റവും ഹയർ മോസ്റ്റ് ലെവലാണ് എക്സ്റ്റേർണൽ ലെവൽ. എക്സ്റ്റേർണൽ ലെവൽ എന്ന് പറഞ്ഞത് വ്യൂ ഓഫ് ഡേറ്റാബേസ്, എങ്ങനെയാണ് എക്സ്റ്റേർണൽ ഒരു പേഴ്സൺ ഡേറ്റാബേസിനെ വ്യൂ ചെയ്യുന്നത്. അപ്പം അതാണ് 3 സ്കീമ ആർക്കിടെക്ചർ. ക്ലിയർ ആയോ? അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഇൻറ്റേർണൽ ലെവലിലെന്ന് പറയുമ്പോഴത്തേക്കും ഫിസിക്കൽ സ്റ്റോറേജ് സ്ട്രക്ചർ ആയിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. ദെൻ കൺസെപ്ച്വൽ ലെവലിൽ എന്ന് പറയുന്നത് ദ കൺസെപ്ച്വൽ സ്കീമ ഹൈഡ് ദ ഡീറ്റെയിൽസ് ഓഫ് ഫിസിക്കൽ സ്റ്റോറേജ്. ഫിസിക്കൽ സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഏറ്റവും അകത്തുള്ള ഇൻറ്റേർണൽ ലെവലിലെ ഡീറ്റെയിൽസ് ഒന്നും ഇത് കാണിക്കത്തില്ല. ഇത് ജസ്റ്റ് ഫോക്കസ് ചെയ്യുന്നത് എൻറ്റിറ്റി, ഡേറ്റ ടൈപ്പ്, റിലേഷൻഷിപ്പ്, യൂസർ ഓപ്പറേഷൻ, അതിനകത്തുള്ള കോൺസ്റ്റൻസ്. ഓക്കെ, അതിനകത്തുള്ള കൺസ്ട്രെയിൻസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഏതിൽ കാണിക്കുന്നത്, കൺസെപ്ച്വൽ ലെവലിൽ കാണിക്കുന്നത്. ദെൻ എക്സ്റ്റേർണൽ ഓർ വ്യൂ ലെവൽ, അതായത് ഏറ്റവും ഹയർ മോസ്റ്റ് ലെവലാണ് വ്യൂ ലെവലിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നമ്പർ ഓഫ് എക്സ്റ്റേർണൽ യൂസേഴ്സ്, അല്ലെങ്കിൽ നമ്പർ ഓഫ് എക്സ്റ്റേർണൽ വ്യൂവേഴ്സ്. എത്ര നമ്പർ ഓഫ് എക്സ്റ്റേർണൽ വ്യൂവേഴ്സ് ഉണ്ട്, അവരെങ്ങനെയാണ് ഡേറ്റാബേസിനെ വ്യൂ ചെയ്യുന്നതെന്നുള്ളതാണ് എക്സ്റ്റേർണൽ ഓർ വ്യൂ ലെവലിൽ നമുക്ക് നോക്കുന്നത്. ക്ലിയർ ആയോ? അപ്പം അതാണ് ഡേറ്റാബേസ് 3 സ്കീമ ആർക്കിടെക്ചർ. ദെൻ മാപ്പിംഗ് നിങ്ങൾക്കിപ്പോൾ ഇല്ല. ഓക്കെ, ദെൻ ഡേറ്റ ഇൻഡിപെൻഡൻസി എന്ന് പറഞ്ഞാൽ എന്താണ്, the capacity to change the schema at one level of database system without having to change the schema at the higher level. അതായത് മെയിൻലി 3 ലെവൽ ഉണ്ടെന്ന് പറഞ്ഞു. ഇൻറ്റേർണൽ ലെവൽ, കൺസെപ്ച്വൽ ലെവൽ, എക്സ്റ്റേർണൽ ലെവൽ. ഈ ഇൻറ്റേർണൽ ലെവലിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയാൽ കൺസെപ്ച്വൽ ലെവലിനെ അത് എഫക്റ്റ് ചെയ്യരുത്. കൺസെപ്ച്വൽ ലെവലിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയാൽ എക്സ്റ്റേർണൽ ലെവലിനെ അത് എഫക്റ്റ് ചെയ്യരുത്. അപ്പം ഒരു ലെവലിൽ വരുത്തുന്ന മാറ്റം വേറെ ഏതെങ്കിലും ലെവലിനെ എഫക്റ്റ് ചെയ്യാതെയാണ് നമ്മൾ മാറ്റങ്ങൾ സംഭവിപ്പിക്കുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡേറ്റ ഇൻഡിപെൻഡൻസി. ഒരു ലെവലിൽ വരുത്തുന്ന ചേഞ്ച് വേറൊരു ലെവലിനെ എഫക്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡേറ്റ ഇൻഡിപെൻഡൻസി എന്ന് പറയുന്നത്. മെയിൻലി 2 ടൈപ്പ് ഓഫ് ഡേറ്റ ഇൻഡിപെൻഡൻസിയാണ്, ലോജിക്കൽ ഡേറ്റ ഇൻഡിപെൻഡൻസിയും ഫിസിക്കൽ ഡേറ്റ ഇൻഡിപെൻഡൻസിയും. ഓക്കെ, ലോജിക്കൽ ഡേറ്റ ഇൻഡിപെൻഡൻസി എന്ന് പറഞ്ഞാൽ എന്താണ്, ലോജിക്കൽ ഡേറ്റ ഇൻഡിപെൻഡൻസി ഈസ് ദ കപ്പാസിറ്റി ഹാവ് ടു കൺസെപ്ച്വൽ സ്കീമ വിത്തൗട്ട് ഹാവിങ് ദ ചേഞ്ച് ഓഫ് എക്സ്റ്റേർണൽ. അതായത് കൺസെപ്ച്വൽ ലെവലിൽ വരുത്തുന്ന മാറ്റം വിത്തൗട്ട് ചേഞ്ച് എക്സ്റ്റേർണൽ ഓർ ആപ്ലിക്കേഷൻ പ്രോഗ്രാമർ. എക്സ്റ്റേർണൽ അല്ലെങ്കിൽ വ്യൂവർ ലെവലിൽ ഒരു മാറ്റവും വരുത്താതെ കൺസെപ്ച്വൽ ലെവലിൽ മാത്രം നമ്മൾ മാറ്റം വരുത്തുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ലോജിക്കൽ ഡേറ്റ ഇൻഡിപെൻഡൻസി എന്ന് പറയുന്നത്.
അതായത് എക്സ്റ്റേണൽ അല്ലെങ്കിൽ വ്യൂവർ ലെവൽ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ പ്രോഗ്രാമർ അല്ലെങ്കിൽ എൻഡ് യൂസറിന് ഒരു മാറ്റവും വരുത്താതെ നമ്മൾ കൺസെപ്ച്വൽ ലെവലിൽ വരുത്തുന്ന മാറ്റങ്ങളെയാണ്, കൺസെപ്ച്വൽ ലെവലിലെ സ്കീമയിൽ വരുത്തുന്ന മാറ്റങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ലോജിക്കൽ ഡേറ്റ ഇൻഡിപെൻഡൻസി എന്ന് പറയുന്നത്. ഫിസിക്കൽ ഡേറ്റ ഇൻഡിപെൻഡൻസി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻറ്റേർണൽ ലെവലിൽ മാറ്റം വരുത്തുന്നു വിത്തൗട്ട് എഫക്റ്റിംഗ് കൺസെപ്ച്വൽ ലെവൽ. ഓക്കെ, ഏറ്റവും ലോവസ്റ്റ് ലെവലിൽ വരുത്തുന്ന മാറ്റം വിത്തൗട്ട് എഫക്റ്റിംഗ് കൺസെപ്ച്വൽ ലെവൽ. കൺസെപ്ച്വൽ ലെവലിലെ സ്കീമേനെ ഒരൊന്നും സംഭവിപ്പിക്കാതെ ലോജിക്കൽ ലെവലിലുള്ള അല്ലെങ്കിൽ ഏറ്റവും ഇൻറ്റേർണൽ ലെവലിലുള്ള സ്കീമയിൽ വരുത്തുന്ന മാറ്റത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫിസിക്കൽ ഡേറ്റ ഇൻഡിപെൻഡൻസി എന്ന് പറയുന്നത്. അപ്പം മെയിൻലി 2 ഇൻഡിപെൻഡൻസിയാണുള്ളത്, ലോജിക്കൽ ഡേറ്റ ഇൻഡിപെൻഡൻസിയും ഫിസിക്കൽ ഡേറ്റ ഇൻഡിപെൻഡൻസിയും. ഫിസിക്കൽ ഡേറ്റ ഇൻഡിപെൻഡൻസി എന്ന് പറഞ്ഞാൽ എന്താ, ഏറ്റവും ലോവർ മോസ്റ്റ് ലെവലിൽ വരുത്തുന്ന മാറ്റം വിത്തൗട്ട് എഫക്റ്റിംഗ് ദ കൺസെപ്ച്വൽ ഡേറ്റ സ്കീമ. ഓക്കെ, ദെൻ ലോജിക്കൽ സ്കീമ എന്തെന്ന് പറഞ്ഞാൽ എന്താണ്, കൺസെപ്ച്വൽ ലെവലിൽ വരുത്തുന്ന മാറ്റം വിത്തൗട്ട് എഫക്റ്റിംഗ് ദ ആപ്ലിക്കേഷൻ ഓർ വ്യൂ ലെവൽ. ഓക്കെ, ക്ലിയർ ആയോ? അപ്പോൾ മെയിൻലി 2 ടൈപ്പ് ഓഫ് ഡേറ്റ ഇൻഡിപെൻഡൻസിയുടെ കാര്യമാണ് ഇത് ഡിസ്കസ് ചെയ്തത്. ദെൻ അടുത്തതാണ് ഡേറ്റാബേസ് ലാംഗ്വേജസ്. അതായത് ഏത് ടൈപ്പ് ഡേറ്റേനെ നമ്മൾ ഡേറ്റാബേസിൽ നിന്ന് ആക്സസ് ചെയ്യണ്ടേ, അതിന് വേണ്ടിയിട്ട് ഏതൊക്കെ ഡേറ്റാബേസ് ലാംഗ്വേജസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മെയിൻലി 3 ലാംഗ്വേജസ് ആണുള്ളത്. പക്ഷെ നമുക്ക് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഡേറ്റ ഡെഫിനിഷൻ ലാംഗ്വേജും ഡേറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജുമാണ്. ഓക്കെ, അപ്പോൾ മെയിൻലി 3 ലാംഗ്വേജാണ്, ഡേറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ്, ഡേറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ്, പിന്നെ അഡീഷണൽ ആയിട്ട് സ്റ്റോറേജ് ഡെഫിനിഷൻ ലാംഗ്വേജും വ്യൂ ഡെഫിനിഷൻ ലാംഗ്വേജും, സ്റ്റോറേജും വ്യൂവും. ഓക്കെ, അപ്പം മെയിൻലി നമുക്ക് 2 എണ്ണമാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻറ്റ്, DDLും DMLും. ഓക്കെ, ഡേറ്റ ഡെഫിനിഷൻ ലാംഗ്വേജും ഡേറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജും. ഡേറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് എന്താണ്, യൂസ്ഡ് ബൈ ദ ഡേറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ ബൈ ദ ഡേറ്റാബേസ് ഡിസൈനർ ടു ഡിഫൈൻ കൺസെപ്ച്വൽ ആൻഡ് ഇൻറ്റേർണൽ സ്കീമാസ്. അതായത് ഡേറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ യൂസ് ചെയ്യുന്ന ലാംഗ്വേജസ് ആണ് ഡേറ്റാബേസ് ഡെഫിനിഷൻ ലാംഗ്വേജ്. അതിനകത്ത് ഡേറ്റാബേസ് ആരാണോ ഡിസൈൻ ചെയ്യുന്നത് അല്ലെങ്കിൽ മാനേജ് ചെയ്യുന്നത് അവർക്ക് യൂസ് ചെയ്യുന്ന ലാംഗ്വേജാണ് ഡേറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ്. ഡേറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ് എന്താണ്, എല്ലാവർക്കും ആ ലാംഗ്വേജ് യൂസ് ചെയ്ത് ഡേറ്റാബേസിന് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ആക്സസ് ചെയ്യാൻ, റിട്രീവ് ചെയ്യാൻ, പുതിയ ഇൻഫർമേഷനെ ഇൻസേർട്ട് ചെയ്യാൻ, ഡിലീറ്റ് ചെയ്യാൻ, മോഡിഫിക്കേഷൻ ചെയ്യാൻ, അപ്പം എല്ലാ ഓപ്പറേഷനും ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജാണ് ഡേറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ്, DML. ക്ലിയർ ആയോ? ഡേറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ മാത്രം യൂസ് ചെയ്യുന്ന ലാംഗ്വേജാണ് DDL. ദെൻ DML എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡേറ്റാബേസിൽ എന്ത് ഓപ്പറേഷൻ വേണമെങ്കിലും ഏത് യൂസറിന് വേണമെങ്കിലും ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജാണ് ഡേറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ്, DML. അതിനകത്ത് എന്തൊക്കെ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റും, ഡേറ്റ റിട്രീവൽ, ഇൻസേർഷൻ, ഡിലീഷൻ ആൻഡ് മോഡിഫിക്കേഷൻ. ഡേറ്റ റിട്രീവൽ, ഇൻസേർഷൻ, ഡിലീഷൻ ആൻഡ് മോഡിഫിക്കേഷൻ. ക്ലിയർ ആയോ? ഇനി DMLനെ തന്നെ നമ്മൾ 2 ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, പ്രൊസീജിയർ DMLും ഡിക്ലറേറ്റീവ് DML. പ്രൊസീജിയർ DML അല്ലെങ്കിൽ ഹയർ ലെവൽ പ്രൊസീജിയർ DML അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് ഡേറ്റ നമുക്ക് വേണമെങ്കിൽ ഏത് ഡേറ്റാബേസിൽ നിന്ന് ഡേറ്റനെ നമുക്ക് എടുക്കണമെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ആട്രിബ്യൂട്ടും എങ്ങനെ ഡേറ്റ എടുക്കണമെന്നും നമ്മൾ സ്പെസിഫൈ ചെയ്ത്, വാട്ട് ഡേറ്റ നീഡഡ് ആൻഡ് ഹൗ ദ ഡേറ്റാസ് ആർ ആക്സസ്ഡ് ഫ്രം ദ ഡേറ്റാബേസ്, രണ്ടും സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്രൊസീജിയർ DML എന്ന് പറയുന്നത്. ഡിക്ലറേറ്റീവ് DML എന്ന് പറഞ്ഞാൽ എന്താണ്, ഏത് ഡേറ്റ വേണമെന്ന് നമ്മൾ പറഞ്ഞാൽ മതി, എങ്ങനെ അത് ഡേറ്റാബേസിൽ എടുക്കണമെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ക്ലിയർ ആയോ? 2 ടൈപ്പ് ഓഫ് DML ഉള്ളത്, പ്രൊസീജിയറിലും ഡിക്ലറേറ്റീവും. പ്രൊസീജിയർ DML എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വാട്ട് ഡേറ്റ നീഡഡ് ആൻഡ് ഹൗ ദ ഡേറ്റാസ് ആർ ആക്സസ്ഡ് ഫ്രം ദി ഡേറ്റാബേസ്, ബോത്ത് ആർ ടു എന്താണ് റെപ്രസെൻറ്റ് ഫോർ ആക്സസിങ് ദ ഡേറ്റാബേസ്. ഓക്കെ, ഏത് ഡേറ്റ വേണമെന്നും എങ്ങനെ ഡേറ്റ അതിൽ നിന്ന് എടുക്കണം എന്നുള്ള കാര്യം രണ്ടും നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം. ഡിക്ലറേറ്റീവ് DML എന്താണ്, ഏത് ഡേറ്റ വേണമെന്ന് മാത്രം നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുത്താൽ മതി, എങ്ങനെ ഡേറ്റ അതിൽ നിന്ന് റിട്രീവ് ചെയ്യണം എന്നുള്ളത് നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിനകത്ത് തന്നെ ഈ DML തന്നെ കുറച്ച് കാര്യങ്ങളൂടെ നിങ്ങൾക്ക് പറയാനുണ്ട്, അത് ഈ ഒരു PPTയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അതിൻ്റെ ഒരു DML ലാംഗ്വേജ് എന്ന് പറഞ്ഞൊരു സെപ്പറേറ്റ് നോട്ട് ഞാൻ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാം. അതിനകത്ത് കുറച്ച് കാര്യങ്ങളുണ്ട്, അത് നിങ്ങൾ വായിച്ച് നോക്കുക. അതിൻ്റെ ഒരു വീഡിയോ അല്ലെങ്കിൽ അത് ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് വേറെ തരാം കേട്ടോ. DML തന്നെ ഒരു കുറച്ച് ഫങ്ഷൻസ് ഉണ്ട് DMLൻ്റെ. അപ്പം അതിൻ്റെ ഒരു വേർഡ് ഡോക്യുമെൻറ്റ് ഞാൻ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു PDF നിങ്ങൾക്ക് ഞാൻ സെൻഡ് ചെയ്ത് തരാം കേട്ടോ. അതിനകത്ത് നിങ്ങൾ വായിച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓക്കെ,
ദെൻ അത്രയേ ഉള്ളൂ DDLും DMLും. അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് നോട്ട് ഞാൻ ഡേറ്റ ബേസ് ലാംഗ്വേജസിനെ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽഡ് നോട്ട് ഞാൻ സെപ്പറേറ്റ് നിങ്ങൾക്ക് അയച്ചു തരാം. ഓക്കെ, അപ്പം അത്രയേ ഉള്ളൂ. ദെൻ ലാസ്റ്റ് ടോപ്പിക്കാണ് ഡേറ്റ മോഡലിംഗ് യൂസിങ് എൻറ്റിറ്റി റിലേഷൻഷിപ്പ്, ER മോഡൽ. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആൻഡ് 10 മാർക്കിന് ഷുവർ ക്വസ്റ്റ്യൻസ് ഉള്ളതാണ് ER മോഡൽ. അപ്പം ഇതിന് മുന്നേ പഠിച്ചതിനകത്ത് ഏതൊക്കെയാണ് ഈ ഡേറ്റാബേസ് ലാംഗ്വേജസ് എപ്പോഴും യൂണിവേഴ്സിറ്റിക്ക് ചോദിക്കുന്നതാണ്. അതുപോലെ തന്നെ 3 സ്കീമ ആർക്കിടെക്ചർ, അതുപോലെ തന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ ഫിസിക്കൽ ഡേറ്റ ഇൻഡിപെൻഡൻസി ആൻഡ് ലോജിക്കൽ ഡേറ്റ ഇൻഡിപെൻഡൻസീസ് ചോദിക്കുന്നത്. അപ്പം ഇതുവരെ പഠിച്ചതിൽ ഏറെക്കുറെ എല്ലാം 3 മാർക്കിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതിനകത്തൊന്നും ഒന്നുകിൽ 3 മാർക്ക് അല്ലെങ്കിൽ 4 മാർക്ക്. ഇതിനകത്തൊന്നും എസ്സേ ടൈപ്പ് ചോദിക്കത്തില്ല. എസ്സേ ചോദിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ER ഡയഗ്രാം വരയ്ക്കാനാണ് നിങ്ങളുടെ എസ്സേ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഓക്കെ, അപ്പം ER ഡയഗ്രാം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.